എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ പോൾ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹാർട്ട് അറ്റാക്കും കാർഡിയാക് അറസ്റ്റും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇത് വന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ തിരിച്ചറിയാം, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഹാർട്ട് അറ്റാക്കിനെ കുറിച്ച് നമുക്ക് കൂടുതൽ ഡിസ്ക്രിപ്ഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവരും ജനറൽ നോളേജ് പോലെയാണ്, എല്ലാവർക്കും അറിയാം. ഈ കാലത്ത് നെഞ്ചുവേദനയാണ് ഉണ്ടാകുന്ന ലക്ഷണം. ചില രോഗികൾക്ക് നെഞ്ചുവേദന വരാതെ നമുക്ക് ശ്വാസം മുട്ടുമായിട്ടും പ്രസൻറ്റ് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ കിതപ്പായിട്ടും ഒക്കെ, അല്ലെങ്കിൽ തല ചുറ്റി വീണ ഒക്കെ ആയിട്ടും നമുക്കും പ്രസൻറ്റ് ചെയ്യപ്പെടാറുണ്ട്. നെഞ്ചുവേദന എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കുകൾ പറയുന്നതനുസരിച്ച് നമ്മുടെ സെൻട്രൽ ചെസ്റ്റ് പെയിൻ റേഡിയേറ്റിംഗ് ടു ലെഫ്റ്റ് അപ്പർ ഷോൾഡർ, അല്ലെങ്കിൽ ലെഫ്റ്റ് അപ്പർ ലിപ്പ്, അല്ലെങ്കിൽ ഡ്രൈനസ് ഓഫ് മൗത്ത്, അങ്ങനെ പല പല ലക്ഷണങ്ങൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയും. ടെക്സ്റ്റ് ബുക്കിൽ പലതും പറയുന്നുണ്ടെങ്കിലും നമ്മൾ രോഗികൾ ഓരോ രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യപ്പെടുക. ഇപ്പോൾ ഒത്തിരി പഴക്കമുള്ള ഷുഗറുള്ള വ്യക്തികൾക്ക് ഈ ഡിസ്ക്രിപ്ഷനിലുള്ള രീതിയിലുള്ള നെഞ്ചുവേദന ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ചില ആൾക്കാർക്ക് ശക്തമായ ശ്വാസമുട്ട്, അല്ലെങ്കിൽ പല പ്രാവശ്യം തല ചുറ്റി വീഴുക, തല ഇറങ്ങിപ്പോവുക, അങ്ങനെയൊക്കെയുള്ള രീതിയിലും പ്രസൻറ്റ് ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നാൽ നമ്മൾ ആസ് ഏർലി ആസ് പോസിബിൾ നമ്മളൊരു മെഡിക്കൽ അറ്റൻഷൻ എടുക്കേണ്ട ആവശ്യമുണ്ട്. ഒരു മെഡിക്കൽ കൺസൾട്ടേഷൻ എടുക്കണം. ഇത് മറ്റുള്ള അസുഖങ്ങളിൽ നിന്നൊരു വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം, നമുക്ക് ബാക്കിയുള്ള അസുഖങ്ങൾ, അതായത് പനി, ചുമ, ജലദോഷം, ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് നമുക്ക് 2 ദിവസം വെയിറ്റ് ചെയ്യുന്നത് തെറ്റില്ല. നമുക്കിപ്പോൾ ഓവർ ദ കൗണ്ടർ മെഡിസിൻസ് കിട്ടും. എല്ലാവരും പനി വന്നാൽ ഉടനെ ആശുപത്രിയിൽ വരില്ല, ഡോക്ടർമാരെ കാണണമെന്നില്ല. ഞങ്ങളും അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. ആദ്യം നമുക്ക് പാരസെറ്റമോൾ ഒരു 1-2 ദിവസത്തേക്ക് പാരസെറ്റമോൾ കഴിച്ച് നോക്കി നമ്മുടെ വീട്ടിലെ നുറുങ്ങുകളും ഇതെല്ലാം നോക്കിയതിന് ശേഷം പനി മാറാത്ത അവസ്ഥ ആണെങ്കിലാണ് നമ്മൾ യൂഷ്വലി ഹോസ്പിറ്റലുകളിൽ പോവുക. പക്ഷേ ഈ അസുഖത്തിന് നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാൻ പാടില്ല. കാരണം നമുക്കൊരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് നെഞ്ചുവേദനയായിട്ട് വരുന്ന ഓരോ രോഗികളും ഓരോ അസുഖത്തിൻ്റെ കാരണങ്ങൾ ഡയഗ്നോസ് ചെയ്തിട്ട് ആണ് അവർ വരുന്നത്. കഴിഞ്ഞ ദിവസം കപ്പയാണ് കഴിച്ചത് കൊണ്ടുള്ള ഗ്യാസ് കൊണ്ടായിരിക്കാം ഡോക്ടറെ എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ വരും. ചില ആൾക്കാർ വരും ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉരുണ്ട് കയറാറുണ്ട്, ഗ്യാസ് പോലെ വരാറുണ്ട്, അങ്ങനെയൊക്കെ പറയും. ചില ആൾക്കാർ ഇങ്ങനെ ഓരോ വേക്ക് റീസൺസ് അവർ തന്നെ കണ്ടുപിടിച്ച്, ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഒരു ഡിഫെൻസ് മെക്കാനിസമാണ്. അതായത് നമുക്ക് ഒരു അസുഖം വന്നാൽ ഈ അസുഖം എനിക്ക് വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ തള്ളിക്കളയും. ഡിനയൽ സ്റ്റേജ് എന്ന് പറയും. അങ്ങനെ നമ്മളുടെ ഒരു നെഗോഷിയേഷൻ നമ്മുടെ മനസ്സുമായിട്ടും കഴിഞ്ഞ് ഇതെല്ലാം ലാസ്റ്റാണ് നമ്മളത് മനസ്സിലാക്കിയെടുക്കാൻ നമ്മളിങ്ങനെ ഒരു രോഗിയായിട്ടുണ്ടെന്നുള്ളത്. അപ്പോഴേക്കും സമയം അതിക്രമിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇത് ക്രൂഷ്യലാണ്, എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ യു ഡിഫൈൻ എക്സ്പേർട്ട്. ഇപ്പോൾ നമ്മൾ പല കാര്യങ്ങളിലും, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കംപ്ലൈൻറ്റ് നമ്മുടെ വയറിങ് സർക്യൂട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ ഒരു ഇലക്ട്രീഷ്യനോടാണ് സാധാരണ നമ്മൾ സംശയം ചോദിക്കുക, അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ എടുക്കുക. അൺഫോർച്ചുനേറ്റ്ലി മെഡിക്കൽ സംബന്ധമായിട്ടുള്ള ഇഷ്യൂകൾക്ക് നമ്മൾ അയൽവക്കത്തെ വീട്ടിലത്തെ ചേട്ടന്മാരും ചേച്ചിമാരും അല്ലെങ്കിൽ ബന്ധുക്കൾക്കും അല്ലെങ്കിൽ സുഹൃത്തുക്കളോടായിരിക്കും നമ്മൾ ആദ്യം അഭിപ്രായം അന്വേഷിക്കുക. നമ്മളങ്ങനെ അഭിപ്രായം അന്വേഷിക്കുന്നത് തെറ്റില്ല, പക്ഷേ നമ്മൾ അതാത് എക്സ്പേർട്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാരോടായിരിക്കണം നമ്മൾ ഒപ്പീനിയൻ എടുക്കുക. അപ്പോൾ നിങ്ങൾ നെഞ്ചുവേദനയായിട്ട് ഒരു ആശുപത്രിയിൽ വന്നാൽ അവിടുത്തെ ഡോക്ടർ നിങ്ങളെ പരിശോധിച്ച് അത് ഹാർട്ടിൻ്റെ വേദനയാണോ അതോ വേറെ എന്തെങ്കിലും തരം വേദനയാണോ എന്ന് വേർതിരിച്ചറിഞ്ഞ്, നമുക്ക് നെഞ്ചുവേദനയ്ക്ക് 10,000-കണക്കിന് കാരണങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ അതിനകത്ത് നമ്മുടെ ജീവന് ഭീഷണിയാകുന്ന ഒരു നെഞ്ചുവേദനയാണ് ഹാർട്ട് അറ്റാക്ക്. അപ്പോൾ അതല്ലാന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഡോക്ടർ ചിലപ്പോൾ നിങ്ങളോട് ECG എടുക്കാൻ പറഞ്ഞേക്കാം. ECG തന്നെ പല ആവർത്തി 30 മിനിറ്റ് ഇടവേളകളിലോ അല്ലെങ്കിൽ 1 മണിക്കൂർ ഇടവേളകളിലോ ഒക്കെ ഡോക്ടർ ECG എടുക്കാൻ പറഞ്ഞേക്കാം. അപ്പോൾ ECGയിൽ നിന്ന് നമുക്ക് ഒരു ക്ലൂ കിട്ടും ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ വേറെ ക്ലൂ കിട്ടുന്നതാണ് നമ്മുടെ രക്തത്തിൽ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ മസിൽസിൽ കാണുന്നൊരു പ്രോട്ടീൻ, ട്രോപ്പോണിൻ എന്ന് പറയും. അപ്പോൾ ഈ ട്രോപ്പോണിൻ്റെ അളവ് ക്രമാതീതമായിട്ട് കൂടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി നമ്മുടെ ഇൻഡെക്സ് പെയിൻ, അതായത് പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തിനെയാണ് നമ്മൾ ഇൻഡെക്സ് പെയിൻ എന്ന് പറയുന്നത്.
ഏറ്റവും അധികം വേദന എടുക്കുന്ന സമയം. ആ പെയിൻ മുതൽ യൂഷ്വലി 6 hours അല്ലെങ്കിൽ 4 to 6 hours ഗ്യാപ്പിലാണ് നമ്മൾ ട്രോപ്പോണിൻ ആദ്യം വിടുക. അപ്പോഴാണ് നമ്മുടെ രക്തത്തിൽ ട്രോപ്പോണിൻ കാണപ്പെടുക. അപ്പോൾ ചില രോഗികളിൽ നമ്മൾ ഏർലി ട്രോപ്പോണിൻ വിടും, വന്നപ്പോൾ തന്നെ പേഷ്യൻ്റ് വരുമ്പോൾ തന്നെ ട്രോപ്പോണിൻ വിടും. അപ്പോൾ അത് നെഗറ്റീവായിട്ട് കാണിക്കുകയും നമുക്ക് ഹാർട്ടിൻ്റെ അസുഖമില്ലെന്ന് പറഞ്ഞു വിടുകയും ചെയ്യുന്ന ഒരു പ്രവണത കാണാറുണ്ട്. പക്ഷെ അത് തെറ്റായ രീതിയാണ്. നമ്മൾ 6 hours വരെ വെയിറ്റ് ചെയ്യണം, അതിനുശേഷമാണ് നമ്മൾ ട്രോപ്പോണിൻ വിടേണ്ടത്. അപ്പോൾ ചില കേസുകളിൽ ട്രോപ്പോണിൻ്റെ വാല്യൂ ഫാൾസ് പോസിറ്റീവായിട്ട് വരാം. ഫാൾസ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവാണ്, പക്ഷെ ആൾക്ക് അസുഖമില്ല. അങ്ങനെയും നമുക്ക് ഇതിൻ്റെ മാത്രമല്ല, പല ടെസ്റ്റുകളും അങ്ങനെ. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും ടെസ്റ്റുകളുടെ പോസിറ്റിവിറ്റി നെഗറ്റിവിറ്റി മാത്രം അനുസരിച്ച് നമ്മൾ ചികിത്സ ചെയ്യാത്തത്. നമ്മൾക്ക് ചികിത്സിക്കുന്നത് എപ്പോഴും രോഗി പറയുന്ന പരാതി, അതായത് ഹിസ്റ്ററി, പിന്നെ നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർ പരിശോധിച്ച് പുള്ളിയുടെ ഒരു ഫൈൻഡിങ്സ് ഉണ്ടാവും. അത് കണ്ടുപിടിച്ചിട്ടുള്ള ആ ഫൈൻഡിങ്സ് പ്ലസ് ലാബ് ഇൻവെസ്റ്റിഗേഷനിൽ കിട്ടുന്നു. ഈ മൂന്നും മാച്ചിങ് ആകുമ്പോഴാണ് നമ്മളൊരു ഡയഗ്നോസിസിലെത്തുന്നത്. അല്ലാതെ ലാബിൻ്റെ ഒരു വാല്യൂ ഇല്ലെങ്കിൽ അത് മാത്രം നോക്കിയിട്ടല്ല ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർ ഒരു ചികിത്സ നടത്തുന്നത്. ഇപ്പോൾ ECGയിൽ വേരിയേഷൻസ് ഉണ്ട് കണ്ടു. അപ്പോൾ ആ ECGയിലെ വേരിയേഷൻസിനെ അല്ല നമ്മൾ ചികിത്സിക്കേണ്ടത്, ആ രോഗിയുടെ അസുഖത്തിനെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത്. അപ്പോൾ അതൊരു വലിയൊരു ക്രൂഷ്യൽ പോയിൻ്റാണ്. പിന്നെ നമ്മൾ ചില സന്ദർഭങ്ങളിൽ ഞാൻ പറഞ്ഞു ട്രോപ്പോണിൻ്റെ വാല്യൂ ഫാൾസ് പോസിറ്റീവായിട്ട് കാണിക്കാം. ഉദാഹരണത്തിന് നമുക്ക് ശക്തമായ പനി അല്ലെങ്കിൽ ഇൻഫെക്ഷൻ നമ്മുടെ രക്തത്തിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ട്, ആർത്രൈറ്റിസ്, അല്ലെങ്കിൽ ഓട്ടോഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്, അങ്ങനെ പല അസുഖങ്ങളിലും ഈ പ്രോട്ടീൻ്റെ അളവ് നമ്മുടെ രക്തത്തിൽ കൂടുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷേ ഹാർട്ടിൻ്റെ ഇതാണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് നമ്മൾ നിഷ്കർഷിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രോപ്പോണിൻ സീരിയലിൽ വിടും. അതായത് വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ 3 പ്രാവശ്യമെങ്കിലും വിടും. ആദ്യത്തെ ഒരു 6 hours വിടും, ഫോളോഡ് ബൈ നെക്സ്റ്റ് 6 hours വിടും, പിന്നെ അഗെയിൻ. അപ്പോൾ ഇങ്ങനെ 3 വാല്യൂസ് നോക്കുമ്പോൾ ഇൻക്രീസിംഗ്ലി പോസിറ്റീവ് ആയിരിക്കും. അതായത് ആദ്യത്തെ വാല്യൂ 5 ആണെങ്കിൽ നെക്സ്റ്റ് വാല്യൂ 50, നെക്സ്റ്റ് വാല്യൂ 500, അങ്ങനെ ഇൻക്രീസിംഗ്ലി പോസിറ്റിവിറ്റി ഓഫ് ട്രോപ്പോണിൻ. അപ്പോൾ അതാണ് ഒരു ക്രൂഷ്യൽ കാര്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കത് ഹാർട്ടിൻ്റേതാണെന്ന് നമുക്ക് ഉറപ്പ് വരുത്തുകയും തുടർന്നുള്ള ചികിത്സയും ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡാലിറ്റിയാണ് 2D എക്കോ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് എക്കോ കാർഡിയോഗ്രഫി ചെയ്യാം. എക്കോ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഹാർട്ടിൻ്റെ ഫങ്ഷനും ഹാർട്ടിൻ്റെ പ്രവർത്തനവും നമുക്കറിയാൻ പറ്റും. പിന്നെ നമുക്ക് ഹാർട്ടിൻ്റെ വാൽവ്സിൻ്റെ പ്രവർത്തന രീതി എങ്ങനെയുണ്ട്, പമ്പിങ് ഫങ്ഷൻ എങ്ങനെയുണ്ട്, ഹാർട്ടിൻ്റെ സ്ട്രക്ചറൽ അബ്നോർമാലിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ, അതൊക്കെ നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ യൂഷ്വലി നമ്മൾ എക്കോയിൽ കാണാം. ഇപ്പോൾ ഹാർട്ടിന് 4 അറകളുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ 4 അറകളിലേക്കുമായിട്ട് പല രക്തക്കുഴലുകളുണ്ട്. ലെഫ്റ്റ് സൈഡിൽ 2 എണ്ണവും റൈറ്റ് സൈഡിൽ 6 എണ്ണവും. ലെഫ്റ്റ് സൈഡിൽ LAD എന്ന് പറയും, ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി, അതിൻ്റെ ബ്രാഞ്ചസ് ലെഫ്റ്റ് സർക്കംഫ്ലെക്സ് ആർട്ടറി അങ്ങനെയൊക്കെ പറയും. റൈറ്റ് സൈഡിലാണെങ്കിൽ റൈറ്റ് കോറണറി ആർട്ടറി. അപ്പോൾ ഈ ശാഖകൾ സപ്ലൈ ചെയ്യുന്ന കോശങ്ങൾ അല്ലെങ്കിൽ മസിൽസിന് ഒരു കൺട്രാക്റ്റിലിറ്റി ഡിസ്ഫങ്ഷൻ ഉണ്ടാവും. അത് ആരോഗ്യമുള്ള ഒരു ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല ആ ഒരു പോർഷനിലെ കോൺട്രാക്റ്റിലിറ്റി. അത് നമുക്ക് എക്കോയിൽ നിന്ന് വ്യക്തമായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് പിന്നെയും ഒരു ക്ലൂ കിട്ടി. അപ്പോൾ ഇതെല്ലാം കൂടി മാച്ച് ചെയ്യുമ്പോഴാണ് ഒരു ഡോക്ടർ ഒരു ഫൈനൽ ഡയഗ്നോസിലേക്ക് എത്തുന്നത്. അപ്പം അങ്ങനെ വൺസ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിത് എങ്ങനെ ചികിത്സിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് 2 രീതിയുണ്ട്. നമുക്കൊന്ന് ഇപ്പം നവീനമായിട്ടുള്ള രീതി എന്തെന്ന് വെച്ചാൽ ആൻജിയോപ്ലാസ്റ്റിയാണ്. ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഹാർട്ടിലെ രക്തക്കുഴൽ അടഞ്ഞു പോയിരിക്കുന്നത് തുറന്ന് കൊടുത്ത് അത് പെർമനൻ്റായിട്ട് തുറന്ന് കൊടുത്ത് നമ്മളൊരു മെഡിക്കേറ്റഡ് സ്റ്റെൻറ്റ് ഇൻസേർട്ട് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. പിന്നെ ഉള്ള വേറൊരു ചികിത്സാ രീതിയാണ് നമ്മുടെ രക്തം അലിയിപ്പിക്കുന്ന ഇഞ്ചക്ഷൻ കൊടുക്കുക എന്നുള്ളത്. ത്രോംബോലൈസിങ് ഏജൻസ് എന്ന് പറയും. അപ്പോൾ അത് യൂഷ്വലി നമുക്കൊരു വിൻഡോ പീരീഡ് ഉണ്ട്. നമുക്ക് ഹാർട്ട് അറ്റാക്ക് തുടങ്ങിയിട്ട് ഒരു 4 to 6 hours നമുക്കത് മോസ്റ്റ് എഫക്റ്റീവ്ലി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതും നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ്. അപ്പോൾ ഇതിലേത് വേണം എന്നുള്ളത് ഡോക്ടറാണ് നിശ്ചയിക്കുക.
രോഗിയുടെ മറ്റുള്ള ആരോഗ്യസ്ഥിതിയും ECGയിലത്തെ ഫൈൻഡിങ്സും എക്കോയുടെ ഫൈൻഡിങ്സും ഇതെല്ലാം കൂടി നോക്കിയിട്ടാണ് ഡോക്ടർ ഒരു കൺക്ലൂഷനിലെത്താൻ ഏത് രീതിയിലൂടെ നമ്മൾ ചികിത്സിക്കണമെന്നുള്ളത്. അപ്പോൾ ചില ഇത് ഹാർട്ട് അറ്റാക്കുകൾക്ക് നമുക്ക് സമയം അധികം ഉണ്ടാവില്ല, നമുക്ക് ഉടനടി ആക്ഷൻ എടുക്കണം, അതായത് ഡോക്ടർ ആക്ഷൻ എടുക്കണം. പെട്ടെന്ന് രക്തയോട്ടം പുനഃസ്ഥാപിച്ചില്ല എന്നുണ്ടെങ്കിൽ രോഗീനെ നമുക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോയേക്കാം. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് അധികം ആലോചിക്കാനോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനോ ഒന്നും നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മളത് ആളുടെ ജീവൻ രക്ഷിക്കാനെന്നുള്ള രീതിയിൽ എമർജൻസി പ്രൊസീജിയർ, പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്ന് ഞാൻ പറയും. അപ്പോൾ അത് ചെയ്ത് ആളുടെ ജീവൻ രക്ഷിച്ചിട്ട് അടുത്ത കാര്യങ്ങൾ എന്താണെന്നുള്ളത് പ്ലാൻ ചെയ്യുകയാണ് യൂഷ്വലി വേണ്ടത്. ത്രോംബോലൈസിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രക്തം അലിയിപ്പിക്കാനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കാം. തുടർന്ന് ഈ ത്രോംബോലൈസിങ് ചെയ്തതിൻ്റെ എഫക്റ്റീവ്നെസ് എന്തോരുണ്ടെന്ന് അറിയാൻ നമുക്കൊരു 24 hours കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു ആൻജിയോഗ്രാം ചെയ്ത് നോക്കാം. ആൻജിയോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചികിത്സയല്ല, അതൊരു ടെസ്റ്റ് മാത്രമാണ്. നമ്മൾ മരുന്ന് കൊടുത്തതിൻ്റെ എഫക്റ്റീവ്നെസ് എന്തോരം കിട്ടിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് മാത്രമാണ്. അപ്പോൾ അത് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എത്രത്തോളം അത് രോഗിക്ക് ഗുണകരമായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ട ആവശ്യമുണ്ടോ അതോ മരുന്ന് തന്നെ തുടർന്നാൽ മതിയോ എന്നുള്ള ഒരു ക്ലൂ നമുക്ക് ആൻജിയോഗ്രാം ചെയ്തതിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സ്ട്രാറ്റജി. ഇനി ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ രോഗികൾക്കുള്ള വേറൊരു സംശയമാണ്, നമുക്ക് ജീവിതകാലം മുഴുവൻ ഇത് മരുന്ന് കഴിക്കേണ്ടി വരുമോ അതോ കുറച്ച് നാൾ മരുന്ന് കഴിച്ചാൽ മതിയോ എന്നൊക്കെ ഉള്ളത്. നമ്മൾ ആൻജിയോപ്ലാസ്റ്റിയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിതകാലം ലൈഫ് ലോങ് മെഡിസിൻ കഴിക്കണം. കാരണം ഇതൊരു മെഡിക്കേറ്റഡ് സ്റ്റെൻറ്റാണ് നമ്മുടെ കൊറോണറി അല്ലെങ്കിൽ കുഴലുകളിൽ നമ്മൾ വെച്ച് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ആ കുഴലുകളുടെ ഉള്ളിൽ അല്ലെങ്കിൽ സ്റ്റെൻറ്റുകളുടെ ഉള്ളിൽ ബ്ലോക്ക് വരാതിരിക്കാനും തുടർന്ന് മറ്റുള്ള ബ്ലോക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള പ്രിക്വേഷൻ അല്ലെങ്കിൽ പ്രൊഫൈലാക്സിസ് എന്നുള്ള നിലയിലും നമ്മൾ രക്തം അലിഞ്ഞ് ഇത് ആവാതിരിക്കാനുള്ള മരുന്ന് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വന്നേക്കാം. ആദ്യത്തെ ഒരു വർഷം നമുക്ക് കർശനമായിട്ടും ഡോക്ടർ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള മരുന്നുകൾ നമ്മൾ കഴിക്കണം. ഇതോടൊപ്പം തന്നെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ അതും മോഡിഫൈ ചെയ്ത് നമ്മൾ മെഡിസിൻ എടുക്കേണ്ടതാണ്. അപ്പോൾ ഇതായിരിക്കണം സ്ട്രാറ്റജി. ഇത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അടുത്ത ഒരു ഇതാണ്, അതായത് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു, പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാൻ പറ്റിയില്ല. ഉദാഹരണത്തിന് ചിലപ്പോൾ ഫ്രണ്ട്സോ അയൽവക്കത്തോ ഉള്ള നാട്ടുകാരോ ഒക്കെ ആയിരിക്കാം രോഗീനെ ആശുപത്രിയിൽ കൊണ്ടുവന്ന് ഇരിക്കുക. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഇൻഷുറൻസോ കാര്യങ്ങളൊന്നും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ആൾക്കാരും രോഗിയുടെ കൂടെ വന്നിട്ടില്ല. നമുക്കറിയാം ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ത്രോംബോലൈസിങ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് വളരെ ചിലവേറിയ ചികിത്സാ രീതികളാണ്. അപ്പോൾ ഇതിനൊക്കെ പണം ആവശ്യം വന്നേക്കാം, പ്രൈവറ്റ് ആശുപത്രികളിലായാലും ഗവൺമെൻറ് ആശുപത്രികളിലായാലും. അപ്പോൾ അത് പെട്ടെന്ന് നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ചികിത്സ ഡിലേ ആവുകയും ഹാർട്ട് അറ്റാക്കിൻ്റെ കോംപ്ലിക്കേഷനായ കാർഡിയാക് അറസ്റ്റിലേക്കും പോയ ഒരു രോഗി. കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഹാർട്ടിൻ്റെ മസിലുകൾ പ്രവർത്തിക്കുന്നത് നിശ്ചലമാകുന്ന അവസ്ഥ, അതിനെയാണ് കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത്. അതൊരു എമർജൻസി സിറ്റുവേഷനാണ്. നമ്മൾ കോഡ് ബ്ലൂ എന്ന് പറയും. ഹാർട്ട് നിശ്ചലമായ അവസ്ഥ വരുമ്പോൾ ആശുപത്രികളിലൊക്കെ കോഡ് ബ്ലൂ വിളിക്കുന്നതേക്കാം. രോഗിനെ രക്ഷിക്കാനായിട്ട് ഡോക്ടർമാരും നഴ്സുമാരും എല്ലാവരും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരും. പേഷ്യൻ്റ് CPR കൊടുക്കും, ഷോക്ക് കൊടുക്കും, ജീവൻ രക്ഷിക്കാനുള്ള ഏത് മാർഗവും അവർ സ്വീകരിക്കും. വെന്റിലേഷൻ ആവശ്യമുണ്ടെങ്കിൽ വെന്റിലേഷനും ആക്കേണ്ട അവസ്ഥ വന്നേക്കാം. അപ്പോൾ അങ്ങനെ വന്നാൽ നമുക്ക് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയെ, അപ്പോൾ അതിൻ്റെ പ്രോഗ്നോസിസ് നമ്മൾ എത്ര സമയം ഹാർട്ട് നിശ്ചലമായിരുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്കം. അപ്പോൾ എത്രയും വേഗം നമുക്കപ്പോൾ പിന്നെ മിനിറ്റുകളോ സെക്കൻഡുകളോ ഒന്നുമില്ല, നമ്മളിതെല്ലാം
എത്രയും വേഗം രോഗീനെ റിവൈവ് ചെയ്ത് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നു, അതായത് ഹാർട്ടിൻ്റെ ഒരു റിതം കിട്ടുന്നു, ഹാർട്ട് ഇടിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ഡോക്ടർമാരും നഴ്സുമാരും റെസ്റ്റ് ചെയ്യത്തുള്ളൂ. അത് കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനാണ്. അപ്പോൾ ഇത് ഈ ഒരു വ്യത്യാസം നമ്മളൊന്ന് ഒന്നും കൂടി സ്ഫുടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിതിൻ്റെ വ്യത്യാസം പറഞ്ഞത്. ഇനി ഞാൻ ഇത് അടുത്തൊരു വീഡിയോയിൽ ഞാനിത് ഈ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഹാർട്ട് അറ്റാക്ക് വന്ന ആൾക്കാർ നമ്മുടെ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാം മുൻകരുതലുകളാണ് എടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.